ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ വരുന്നത് രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. കുറേ റെസിപ്പീസും അതുപോലെ തന്നെ കുറേ അധികം വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള നല്ലൊരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. ആ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ സാധാരണ ദിവസം പോലെ തന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 5:30-ൻ്റെ ഉള്ളിൽ തന്നെ എൻ്റെ നമസ്കാരവും എല്ലാം പ്രയറും കാര്യങ്ങളും എല്ലാം കഴിയും കേട്ടോ. പിന്നെ അതിനുശേഷമുള്ളത് എക്സസൈസ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. സാധാരണ നമ്മൾ നടക്കാനെല്ലാം പോകലുണ്ടല്ലോ. ഇപ്പോൾ മഴ അങ്ങനത്തെ ഒരു തണുപ്പ് കാലാവസ്ഥ ആയതുകൊണ്ട് ഇന്നിപ്പോൾ റഫീക്ക് പോയിട്ടുണ്ട്, ഞാൻ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ചെറിയ എക്സസൈസൊക്കെ ചെയ്യലാണ്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് എന്തായാലും രാവിലെ എണീക്കുന്നുണ്ട്. പിന്നെ ചെറുതായിട്ടുള്ളൊരു എക്സസൈസൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു എനർജി ആട്ടോ. നമ്മളെ ഹെൽത്തിനും അത് ഭയങ്കര നല്ലതാണ്. പിന്നെ നമ്മൾ തടിയുണ്ടോ മെലിഞ്ഞിട്ടാണോ തടിച്ചിട്ടാണോ ഇരിക്കുന്നത് അതും എക്സസൈസുമായിട്ട് ഒരു ബന്ധവുമില്ല കേട്ടോ. നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ എക്സസൈസും മസ്റ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എക്സസൈസാണ് നടത്തം എന്നുള്ളത് കേട്ടോ. നടത്തം നല്ലൊരു എക്സസൈസാണ് കേട്ടോ. നമ്മളെ ബോഡിയുടെ എല്ലാ ഭാഗവും മൂവ് ചെയ്യുന്ന ഒരു എക്സസൈസ് തന്നെയാണ് നടത്തം. അതിപ്പോൾ മഴയായതുകൊണ്ട് തുടരാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ ഇരുന്നിട്ട് തന്നെ ചെറിയ ചെറിയ എക്സസൈസ് നമ്മൾ വയറിനുള്ളതും അങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാനുള്ള ചെറുതൊക്കെ ഞാൻ ഇതിൽ നിങ്ങൾ കുറേ പേര് പറയലുണ്ട് എക്സസൈസ് കാണിക്കണം ജംഷീന്ന്. ഇപ്പോൾ ഇതൊക്കെ ഇതാണ് കേട്ടോ ഞാൻ ചെയ്യുന്ന എക്സസൈസ്. ചെറുതായിട്ടൊരു രീതിയിൽ ഞാൻ കാണിച്ചു തന്നുള്ളൂ. ഫുള്ളായിട്ടൊന്നും നമുക്ക് കാണിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. ഒരു വ്ളോഗ് മൊത്തം ഒരു എക്സസൈസ് ആയിപ്പോവും. അപ്പോൾ അങ്ങനെ അപ്പോൾ രാവിലെ ഇങ്ങനെ എണീറ്റ് ആ ഒരു ടൈം തന്നെ അടിപൊളിയാണ് കേട്ടോ. രാവിലെ എണീക്കുക എന്നുള്ളത് തന്നെ നമുക്ക് നല്ല പോസിറ്റീവ് ഫീൽ തരും. പിന്നെ ഒരു നടത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ചെറിയൊരു എക്സസൈസും കൂടെ. അതിനൊന്നും നമുക്കൊരു ഏരിയ ഇല്ല, നടക്കാനൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല, അതിനൊന്നും കാര്യമില്ല കേട്ടോ. നമ്മൾ ഒരു ബെഡ്റൂമാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ആ ബെഡ്റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ എക്സസൈസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അതിനുശേഷം കിച്ചണിലേക്ക് എത്തി. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ചെമ്മീനുണ്ട്, അതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് ക്ലീൻ ആക്കാനുണ്ട് കേട്ടോ. ഒന്ന് പുറത്തേക്ക് എടുത്ത് വെക്കട്ടെ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ കസ്റ്റേൺ പാൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ തരാമെന്ന്. ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പുതിയ ഒരെണ്ണം വാങ്ങിയതാണിത്. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇൻഡസ് വാലിയിൽ നിന്നാണ് കേട്ടോ. അടിപൊളി പാത്രമാണ് കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഞാൻ റിവ്യൂ പറയുന്നത്. നല്ല അടിപൊളി വെയിറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഒന്നും പേടിക്കണം, നിങ്ങൾക്ക് കണ്ണടച്ച് വാങ്ങാം. 100% ഹെൽത്തി കുക്ക് വെയർ ആണ് കേട്ടോ. ഒരു കെമിക്കൽ കോട്ടിങ്ങും ഇല്ല ഇതിന്. പിന്നെയെന്ന് പറഞ്ഞാൽ ടോക്സിൻ ഫ്രീ ആണ്, ISO സർട്ടിഫൈഡ് ആണ്. പിന്നെ കുട്ടികൾക്കൊക്കെ ഹെൽത്തിന് വളരെ സേഫ് ആയിട്ടുള്ളൊരു കുക്ക് വെയർ ആണ് കേട്ടോ. ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. ഒരുപാട് മാസ്റ്റർ ഷെഫ്സും അതുപോലെ തന്നെ ഡോക്ടേഴ്സൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നൊരു പോട്ടും കൂടെയാണ്, ഒരു പാനും കൂടെയാണ് കേട്ടോ. ഇത് ഞാൻ ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല, കാരണം ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും അതിൻ്റെ ഗുണം ഞാൻ പറയലുണ്ട് നിങ്ങളോട് അല്ലേ. അപ്പോൾ എന്താ പറയുക, കസ്റ്റേണിൻ്റെ ഗുണം ഞാൻ പറയേണ്ട കാര്യമില്ല, ഞാൻ അധിക വീഡിയോ നിങ്ങളോട് പറയലുണ്ട്. അപ്പോൾ ഇനിയും ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട് കേട്ടോ. ഞാനത് ജസ്റ്റ് ഇതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ റഫീക്ക നടന്നു വരാൻ സമയമായിട്ടുണ്ട് കേട്ടോ. നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു റഫീക്ക, അപ്പോൾ വരാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2-3 പഴമൊക്കെ പുഴുങ്ങി, എഗ്ഗൊക്കെ പുഴുങ്ങി, കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കാപ്പി റഫീക്കാക്കും വാവുക്കാണ് എടുത്തിട്ടുള്ളത്. വാവ് എണീറ്റിട്ടില്ല കേട്ടോ. ഞാൻ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റഫീക്കുള്ള കാപ്പി, റഫീക്ക വന്നു കേട്ടോ. അപ്പോൾ റഫീക്കുള്ള കാപ്പി കൊടുക്കട്ടെ. പിന്നെ ചിലരൊക്കെ പറയലുണ്ട് ഭയങ്കര എന്താ പറയുക, ഒരു ഉഷാറോട് കൂടിയൊന്നും ഡേ തുടങ്ങാൻ പറ്റുന്നില്ല, ദിവസം മുഴുവൻ ഒരു ഡള്ളായിട്ട് വിഷമാണ്, ഒന്നും ചെയ്യാൻ തോന്നൂല, മടി അത് വേറെയുണ്ട്, പക്ഷെ ഒന്നിനും തോന്നൂല, എപ്പോഴും വിഷമാണ്, എന്തോ പോലെയാണ് എന്നൊക്കെ പറയലുണ്ട് കുറേ പേര് കേട്ടോ. ഒന്നോ രണ്ടോ ആളെന്നല്ല ഞാൻ പറയാം. നമ്മൾ രാവിലെ എണീക്കുക, അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. രാവിലെ നേരത്തെ എണീക്കുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യം കേട്ടോ. നമ്മളെ മൈൻഡ് ഒരുപാട് നമ്മൾ വിചാരിക്കും എന്തിനാ അതുകൊണ്ടൊക്കെ, പക്ഷേ കാര്യമല്ല. നമ്മൾ രാവിലെ എണീറ്റ് ഒന്ന് മുറ്റത്തേക്ക് ഒരു ചെറിയൊരു പ്രയറൊക്കെ, ഇത് മതസ്ഥരാണെങ്കിൽ പ്രയറൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്ക്. ആ രാവിലത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ഭംഗിയാട്ടോ. അത് നമ്മൾ ആ സമയത്ത് നമുക്ക് എണീറ്റാലേ നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്നത് വേറെ കാര്യം. അപ്പോൾ
ഒരു എന്താ പറയുക, നമ്മൾ മൈൻഡ് ഭയങ്കര ഫ്രീ ആവും, ഭയങ്കര കാമാവും, ഭയങ്കര ഹാപ്പി ആവുന്നതായിട്ട് കാണാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫുഡ് ഉണ്ടാക്കുക. നമുക്ക് രാവിലെ എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ളത്. ചിലർക്ക് കുക്കിംഗ് ആയിരിക്കും, ചിലർക്ക് ക്ലീനിങ് ആയിരിക്കും, ചിലർക്ക് ഭയങ്കര മടിയുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യാനായിരിക്കും ഇഷ്ടം. അങ്ങനെ എന്താണോ നമുക്ക് താല്പര്യം, നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുന്ന ജോലിയിൽ ഹാപ്പി ആയിട്ട് ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്കത് വലിയ ഭാരമായിട്ട് വരികയില്ല. അപ്പം ഞാനിനി എൻ്റെ എപ്പോഴത്തെയും പോലെ ഒരു 10 മിനിറ്റ് ക്വിക്ക് ക്ലീനിങ് ചെയ്യാണ് കേട്ടോ. ഒരു അടുക്കിപ്പെറുക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. രാവിലെ ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ജസ്റ്റ് ഒന്ന് മുറ്റടിച്ചു. ഇന്നിപ്പോൾ മഴയൊന്നും ഉണ്ടായില്ല, അപ്പോൾ ഒന്ന് ഓടിച്ചൊന്ന് മുറ്റടിച്ചിട്ട് വന്നു. പിന്നെ ബെഡ്റൂം ഒക്കെ ഒന്ന് സെറ്റാക്കി, ഇതുപോലെ ലിവിങ്ങും ഹാളും ഒക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി ഒതുക്കിപ്പെറുക്കി വെക്കുകയാണ് കേട്ടോ. ഞാൻ റഫീഖയ്ക്ക് വൈകിട്ട് ഓഫീസിൽ പോയാൽ മതിയെങ്കിൽ, അല്ലെങ്കിൽ ലീവുള്ള ദിവസമൊക്കെ ആണെങ്കിൽ ഈ സമയം തന്നെ ജസ്റ്റ് തുടക്കാനുണ്ടെങ്കിൽ തുടക്കും, അല്ലെങ്കിൽ ജസ്റ്റ് അടിച്ച് വാരിയിടും കേട്ടോ ഫ്ലോറൊക്കെ ഒന്ന്. പക്ഷേ ഓഫീസുള്ള ദിവസം, പോകേണ്ട ദിവസം തുടക്കാനൊന്നും നിൽക്കില്ല. കാര്യം ഫുഡ് വേ ആക്കണമല്ലോ, ഫുഡാക്കുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും വാഷ് ചെയ്യാനുണ്ടാവും. രാവിലെ റഫീഖാൻ്റെ പാൻറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ കല്ലിലാണ് വാഷ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തതൊക്കെ ഉണ്ടാവും കേട്ടോ രാവിലെ. ഇതിപ്പോൾ എൻ്റെ ക്ലീനിങ് ചെറിയൊരു ഒതുക്കിപ്പെറുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് എനിക്ക് കുളിക്കാനും കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ചെമ്മീനൊന്ന് ക്ലീനാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫേസിൽ ഒരു ഫേസ് പാക്ക് ഇട്ടിട്ട് ചെമ്മീൻ ക്ലീനാക്കാമെന്ന് കേട്ടോ. അങ്ങനെ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടലപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, സാധാ മഞ്ഞൾപ്പൊടി ആട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളിവിടെ വീട്ടിൽ ഉണക്കി പൊടിപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് പാക്കാക്കിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് അപ്പോൾ ഇനി മീനെല്ലാം ഒന്ന് റെഡിയാക്കി കഴിയുമ്പോഴത്തേക്കും അത് ഒന്ന് സെറ്റായിട്ട് വരുമല്ലോ. എന്നിട്ട് ഞാൻ കുളി കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വരും. പിന്നെ അപ്പോൾ ഇതാ കുഞ്ഞു ചെമ്മീനാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് സമയമെടുക്കും, അത് കണ്ടാണ് ഞാനത് ചെയ്തത്. അപ്പോൾ 2 കാര്യമുണ്ടല്ലോ, നമുക്ക് ഒന്നിനും സമയമില്ല എന്ന് പറയുന്നത് വെറുതെയാണ് കേട്ടോ. ഇങ്ങനെ പോകുന്ന സമയമൊക്കെ നമ്മൾ വീട്ടമ്മമാർക്ക് ഇങ്ങനെ പോകുന്ന സമയമൊക്കെ യൂസ് ചെയ്താൽ മതി കേട്ടോ. എന്തായാലും ഇപ്പോൾ രാവിലെ എന്തായാലും കിച്ചണിൽ നമ്മളുണ്ടാവും, നമ്മൾ തക്കാളി കട്ട് ചെയ്യുന്നത്, തൈര് എടുക്കുന്നതൊക്കെ അതുകൊണ്ടൊക്കെയാണ് നമ്മളെ പരിപാടികൾ. പക്ഷേ ഇതിനൊന്നും നമുക്ക് സമയം കിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെറിയ സമയം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എന്തായാലും. അപ്പോൾ അതിന് ശേഷം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഞാൻ പച്ചരി ഇന്നലെ 1 കപ്പ് പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രി കുതിർത്തതാണ്, ഒരു 3 മണിക്കൂറെങ്കിലും കുതിർത്താൽ മതിയേ. അത് കഴുകി ക്ലീൻ ചെയ്ത് ജാറിലേക്ക് ഇട്ട് കൊടുത്തു. 1 കപ്പ് പച്ചരിയിലേക്ക് 1/2 കപ്പ് ചോറ്, ഏത് റൈസിൻ്റെ ചോറായാലും കുഴപ്പമില്ല, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. വെള്ളം ഞാൻ കൺസിസ്റ്റൻസി കാണിച്ചു തരാം, ആ രീതിയിൽ എടുത്താൽ മതി. നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി അപ്പമാണ് കേട്ടോ, മുട്ടപ്പമാണ് ഉണ്ടാക്കുന്നത്. മുട്ട ചേർക്കാത്ത മുട്ടപ്പം കേട്ടോ. കണ്ണൂർ ഭാഗത്തൊക്കെ ഇത് നല്ല ഫേമസ് ആണ്, അവിടെ ഉള്ളവർക്കൊക്കെ അറിയുന്നതായിരിക്കും. എന്നാലും അറിയാത്ത നാട്ടുകാരുണ്ടാവില്ലേ, അവർക്കൊക്കെ വേണ്ടിയിട്ടാട്ടോ ഞാനിന്നത് കാണിക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾ നോക്കണം. ഒരുപാട് ലൂസും ആവരുത്, എന്നാൽ ഒരുപാട് ടൈറ്റും ആവരുത് കേട്ടോ. ടൈറ്റ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗം നന്നായി കിട്ടില്ല. അപ്പോൾ അത് റെഡിയായി. ഇനി ഞാൻ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് ഒരു 1/2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 ടീസ്പൂൺ നമ്മൾ എരിവിനായിട്ടുള്ള മുളക് പൊടി, എത്രയാണോ നമുക്ക് കറി വേണ്ടത് അല്ലെങ്കിൽ എത്രയാണോ മീനുള്ള അതിനനുസരിച്ച് കേട്ടോ. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കട്ടെ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ദോശേൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു നല്ലൊരു ചെമ്മീൻ വരട്ടാണിട്ടത്, ചെമ്മീൻ റോസ്റ്റ്. പിന്നെ ഈ കുഞ്ഞു ചെമ്മീനാകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. ഇപ്പോൾ പിന്നെ മത്തിനേക്കാളും വില കുറവാണ് കേട്ടോ, എല്ലാ മീനിനേക്കാളും വില കുറവ് ചെമ്മീനാണ് കേട്ടോ. നമ്മളിവിടെ ഇപ്പോൾ ഒരു 150-200 രൂപക്കൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ആക്കി നോക്കാം കേട്ടോ. ഭയങ്കര ഈസിയാണ്, ചോറിൻ്റെ കൂടെ ഒക്കെ അടിപൊളിയാട്ടോ. ഇത് ഒന്ന് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് തിരുമ്മി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇനി വേവിക്കാനായിട്ട് അടച്ചു വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെ അപ്പം ചുട്ടെടുക്കുമ്പോഴത്തേക്കും നമ്മളെ കറിയും റെഡിയായി കിട്ടും. അത്ര എളുപ്പം റെഡിയാക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ, ഒരു വരട്ടാണ്. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം ചട്ടിയില്ലേ, ചില സ്ഥലത്ത് ഇതിന് ഖാര എന്ന് പറയും ഈ ചട്ടിക്ക്. നമ്മൾ ഉണ്ണിയപ്പം ഒഴിക്കുന്ന അതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണയോ എന്താ വെച്ചാൽ ഞാനിപ്പോൾ വെളിച്ചെണ്ണ എടുത്തേ, എന്തായാലും കുഴപ്പമില്ല കേട്ടോ. ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മൾ ഉണ്ണിയപ്പം ഒഴിക്കുന്ന പോലെ തന്നെ നന്നായിട്ട് ചൂടാകുന്ന സമയത്ത് മാവ് കുഴിയിലേക്ക് മാവ് ഈ രീതിയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എല്ലാത്തിലും ചൂടായതിന് ശേഷം പിന്നെ ഇത്രയും ഓയിൽ ഒഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കുറക്കാം കേട്ടോ. എന്നിട്ട് ആ ഒരു അപ്പമില്ലേ
അത് ഇതിപ്പോൾ താനേ തന്നെ പൊങ്ങി തിരിഞ്ഞൊക്കെ വരും. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. എണ്ണ കുറവാണെങ്കിൽ തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇത്ര എണ്ണ ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി റെഡിയായി കിട്ടും. ഇതിന് കളർ ചേഞ്ച് ആവേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. വൈറ്റ് കളർ തന്നെയാണ് ഉണ്ടാവുക. ഈ ഒരു കളറായിട്ട് ഉണ്ടാവുക. പെട്ടെന്ന് തന്നെ കുക്കായിട്ടും കിട്ടും. ഒരുപാട് നേരം ഇട്ടിട്ട് കളർ ചേഞ്ച് ആക്കി നിൽക്കരുത് കേട്ടോ. ഹാർഡായി പോകാൻ ഒന്നും അങ്ങനെ ആവരുത്. വേഗം തന്നെ എടുത്ത് മാറ്റാം. പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആണെങ്കിൽ ഫ്ലോപ്പായിട്ട് പോകില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ, അറിയുന്നവർ ചെയ്യണ്ട, കാണണ്ട. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കോ. അപ്പോൾ ഞാൻ അടുത്ത ട്രിപ്പും റെഡിയാക്കി അങ്ങനെ എല്ലാം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളെ ചെമ്മീൻ വരട്ടും റെഡിയായിട്ടാ. അപ്പോൾ നമുക്ക് എത്രയാണോ വെള്ളം ഗ്രേവി വരേണ്ടത് അത് നിങ്ങൾ തീരുമാനിക്കുക കേട്ടോ. ഇവിടെ റഫീക്ക് കുറച്ച് ഗ്രേവി വേണം, കുറച്ച് വെള്ളം വേണം കേട്ടോ. അതുകൊണ്ടാണ് ഒന്നുകൂടെ വരണ്ടാൽ നല്ല ടേസ്റ്റാട്ടോ. കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആയാൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് കൂട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മളെ മുട്ടയപ്പം മൊത്തത്തിൽ ചുട്ട് കഴിഞ്ഞു. ഇതാണ് കേട്ടോ ഉൾഭാഗമൊക്കെ കണ്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല കറക്റ്റ് ഫോമിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല പഞ്ഞി പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ, അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്നാക്സ് ആയിട്ടും കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റും. അവർക്ക് ഇഷ്ടമാവും. കുറച്ച് മധുരമൊക്കെ ഇട്ടിട്ടാണെങ്കിൽ ഒരു സ്വീറ്റായിട്ട്. ഇനി ഇങ്ങനെയാണെങ്കിലും നല്ല തന്നെയാണ്. അപ്പോൾ റഫീക്ക് കുറേ നേരമായിട്ട് പറയുന്നത് ചക്ക വെളുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, നമുക്ക് പറിക്കാം അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ വന്നതാണ്, ഞാൻ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ചാമ്പക്കൊക്കെ ഇങ്ങനെ റെഡി ആയിട്ട് വരുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് കളറാവാനുണ്ട് കേട്ടോ. അപ്പോൾ ചക്ക 3 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. 4 എണ്ണം ഉണ്ടായിരുന്നു. ഒന്ന് നമ്മൾ കാണുന്നതിന് മുമ്പ് തന്നെ പോയി, ഇങ്ങനെ കറുത്ത് കളറായിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല. നല്ല മഴേൻ്റെ സമയത്ത് കേട്ടോ, കണ്ടില്ല. രണ്ടാമത്തെ ഇതിന് മുമ്പുള്ളത് നമ്മൾ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ചക്ക കേട്ടോ, മാഷാ നല്ല അടിപൊളി ചക്ക. പക്ഷെ അങ്ങോട്ടേക്ക് എത്തുമല്ലോ, ഈ കല്ലമ്മ കറണ്ടി ഇങ്ങനെ കട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെ നമ്മൾ ചക്കയൊക്കെ എടുത്തു. ഇനി റഫീക്കയും വാവയതാ ചക്ക എല്ലാം റെഡിയാക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള നല്ല വരിക്കച്ചക്കയാണ് കേട്ടോ. മഴയായിട്ടും കൂടെ നല്ല മധുരം ഉണ്ടായിന്. എനിക്ക് ചക്കേൻ്റെ പണി അത്ര ഇഷ്ടമല്ല കേട്ടോ. ഇത് മുറിക്കുക, ഇതിന്ന് എടുക്കുക ഇഷ്ടമല്ല. ഇങ്ങനെ ആക്കി തന്നാൽ കഴിക്കും, അത്ര തന്നെ. ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ അല്ലേ. ഇത് ചക്കേൻ്റെ ഒരു പണി ഇഷ്ടമില്ലാത്ത കാര്യമാണ്, കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അവർ രണ്ടാളും അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നല്ല ചെമ്മീൻ വരട്ടും നമ്മളെ മുട്ടയപ്പം ഒക്കെ കൂട്ടിയിട്ട് അടിപൊളി കോമ്പിനേഷനായിട്ട്. ഇതിന് ബീഫ് വരട്ട്, ചിക്കൻ വരട്ട്, ചിക്കൻ മുളകിട്ടത് ഒക്കെ നല്ല അങ്ങനത്തെ വരട്ടുകളുടെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഒരു പാർട്ടിയിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കോ. ഇത് നമ്മൾ ലഞ്ചിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തലേ ദിവസം തന്നെ കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചതാണ്. ഇന്ന് നല്ല നാടൻ ലഞ്ച് കാണിക്കുന്നുണ്ടേ. അതിനുശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്. ഇപ്പോൾ റഫീഖക്ക് പോകാൻ സമയമായിട്ടുണ്ട് കേട്ടോ. ഇന്ന് കുറച്ച് നേരത്തെ പോകേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ലഞ്ച് നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇനി ചക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ റഫീക്ക. നമ്മൾ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് കൊണ്ടു കൊടുക്കണം. അപ്പോൾ ഞാൻ ചക്ക കൊണ്ട് പോവാണ് കേട്ടോ. നമ്മൾ മുന്നത്തെ വീട്ടിലും അപ്പുറത്തെ വീട്ടിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ റഫീക്ക ഡ്യൂട്ടിക്ക് പോയി. ഇനി ഞാൻ ഉണ്ടാക്കുന്നത്, ഇന്ന് ലഞ്ചിനായിട്ട് ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി രസം ഉണ്ടാക്കുന്നുണ്ട്. അതിലേക്ക് ഈ ഒരു അരപ്പ് വേണേ. അതിലേക്കായിട്ട് ഒരു 1/2 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ കുരുമുളക് മുഴുവൻ, ഒരു 3 ഉണക്കമുളക്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു 5-6 ചുവന്നുള്ളി, ഒരു പിഞ്ച് ഉലുവ,
ഒരു പിഞ്ച് ചെറിയ 2 പിഞ്ച് ചെറിയ ജീരകം അതെല്ലാം ഒന്ന് ചതച്ച് ഞാനിങ്ങനെ ആ ഒരു നമ്മളെ ഇടികല്ലില്ലേ അതുകൊണ്ടൊന്ന് ഇടിച്ചെടുത്തു കേട്ടോ. മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, പേസ്റ്റ് ആവരുത്. ഇനിയിപ്പോൾ അതാ നമ്മൾ കാസ്റ്റ് അയണിൻ്റെ പാനിലാട്ടോ ഞാൻ കുക്ക് ചെയ്ത് എടുക്കുന്നത്. ഞാൻ പുതിയത് വാങ്ങിയില്ലേ അതിലാട്ടോ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമ്മളെ രസം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഞാൻ പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാന് ചൂടായി കഴിഞ്ഞാൽ ഭയങ്കര അതിങ്ങനെ എന്താ പറയുക, ആ ഒരു ചൂട് കുറേ നേരം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും കേട്ടോ. അതുകൊണ്ട് കുക്കിംഗ് ഭയങ്കര ഫാസ്റ്റായിട്ട് നടക്കും. അങ്ങനെ ഇതാ ആ ചതച്ചതെല്ലാം ഞാൻ എണ്ണയിലേക്ക് വെളിച്ചെണ്ണ കേട്ടോ കടുക് പൊട്ടിച്ചത് അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഒരു ചെറിയ കഷ്ണം കായല്ലേ സാമ്പാറിൽ കിടന്ന കായം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കായപ്പൊടിയാണെങ്കിലും ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ അപ്പോൾ ഇതാ തൊട്ടപ്പുറത്തെ അടുപ്പിൽ ഞാൻ കോവയ്ക്കൽ ഞാൻ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. സവാളൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു, ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു, ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. പച്ചമുളകെല്ലാം ഞാൻ ഇന്നലെ രാത്രി തന്നെ ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കിംഗ് ഭയങ്കര ഈസി അല്ലേ. കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാനുള്ളവരും ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരും രാവിലെ പെട്ടെന്ന് പാചകം ചെയ്യാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് നോക്കുക കേട്ടോ. ഭയങ്കര ഈസിയാവും നിങ്ങൾക്ക് പാചകം. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ആ ചതച്ചത് ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് വഴറ്റി കൊടുത്തു. അതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും വഴറ്റണ്ട കേട്ടോ. ഇനി ഞാൻ ഉണ്ടാക്കുന്നത് മാങ്ങ കൊണ്ടുള്ള ഒരു രസമാണ് കേട്ടോ, വെറൈറ്റി രസമാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് യൂട്യൂബിലൊന്നും എവിടെയും കാണാൻ പറ്റില്ല കേട്ടോ. കാര്യം എൻ്റെ സ്വന്തം റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇതാ മാങ്ങ ചെറിയ ചെറിയ പീസാക്കിയിട്ട്, ഇതൊരു ചെനപ്പ് വന്നിട്ടുള്ള മാങ്ങയാണ്, എന്നാൽ പഴുത്തിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനത്തെ മാങ്ങയാണ് യൂസ് ചെയ്യേണ്ടത്. പച്ച മാങ്ങയാണെങ്കിൽ കുറേ അധികം ഇത്രയും ചേർക്കണ്ട കേട്ടോ, ഭയങ്കര പുളിപ്പായിട്ട് പോവും. അങ്ങനെ അത് ചേർത്ത് കൊടുത്തു. ഇനി ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിലുള്ള വെള്ളവും ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. തിളച്ച് വന്നതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുക. ചെറുത് മതി കേട്ടോ. ആ ഒരു പുളിപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യണം. ചെറിയൊരു മധുരം എവിടെയോ ഒന്നുണ്ടാവും, ഭയങ്കര ടേസ്റ്റ് ആട്ടോ അങ്ങനെ ചെയ്യുന്ന സമയത്ത്. ഇനി അതൊന്നും കൂടെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പം നമ്മുടെ കോവക്കുപ്പേരി അവിടെ റെഡി ആയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഈ കാസ്റ്റ് ആൻഡ് പാൻ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ, പെട്ടെന്ന് കുക്കിംഗ് നടക്കുവേ. ഇനിയിപ്പോൾ ഇതാ ഇതെല്ലാം തിളച്ച് ഉപ്പും എല്ലാം ഒന്ന് റെഡിയാക്കി നോക്കി, എന്നിട്ട് കുറച്ച് മല്ലിയില കട്ടാക്കിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം തുടക്കത്തിൽ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അവസാനം ഞാനൊരു 2 അല്ലി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നിങ്ങൾക്ക് ലൂസ് വേണമെങ്കിൽ കുറച്ചുകൂടി ലൂസാക്കിയിട്ട്, രസമല്ലേ ലൂസ് എണ്ണയാണ് നല്ലത്. നമുക്കിപ്പോൾ ഈ ഒരു ഇത്ര മതി കൊണ്ടാണ് ഞാൻ ഇതിൽ നിർത്തിയത് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആട്ടോ, നിങ്ങൾ ചെയ്ത് നോക്കി. ഇതിൻ്റെ കൂടെ ഒരു മീൻ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഉപ്പേരി ആയാലും മതി കേട്ടോ. ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാക്കി എടുക്കാം. സൂപ്പർ ടേസ്റ്റാണ്, എന്തായാലും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഒരു വെറൈറ്റി രസമല്ലേ. ഇതുവരെ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ പറയണേ. ഇനിയിപ്പോൾ ഇതാ ഞാൻ നമ്മൾ രസമില്ലേ അത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. സെയിം ആ ഒരു കടായിൽ തന്നെ ഞാൻ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നമ്മളെ ചീര, ഇത് മറ്റേ ചായമൻസ ചീരയില്ലേ അതാണ് കേട്ടോ. അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം തന്നെ ഞാൻ. അപ്പോൾ അതിലേക്കുള്ള വെളുത്തുള്ളി, പച്ചമുളക്, തേങ്ങ ഒക്കെ ഒതുക്കിയിട്ട് ചതച്ചിട്ട് ആ ഒരു ബോക്സിലേക്ക് ആക്കിയിട്ട് തന്നെ ഇന്നലെ രാത്രി തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുത്തു, ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. നിങ്ങൾ കണ്ടോ പാന് ശ്രദ്ധിച്ചോ, ലീഫ് ഇട്ട്, അതായത് നമ്മൾ ചീര ഇട്ട് ഒന്ന് മിക്സ് ആക്കിയപ്പോഴത്തേക്കും അത് വാടി വന്നു കേട്ടോ. അതാണ് കേട്ടോ ആ പാനിൻ്റെ ചൂട്, ഭയങ്കര ചൂടാണ്. അതുകൊണ്ടാണ് വേഗം കുക്കിംഗ് നടക്കും, പെട്ടെന്ന് തന്നെ കുക്കിംഗ് നടത്തും, വേഗം വെന്ത് കിട്ടും. നമ്മൾ ലോ ഫ്ലെയിം, പാന് ചൂടാവലും വേഗം നടക്കും. ചൂടായി കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുക്കിംഗ് നടക്കും. അതുപോലെ തന്നെ മീൻ ഞാൻ ഇട്ടിട്ട് 1 മിനിറ്റ് ആയിട്ടുള്ളൂ. 1 മിനിറ്റ് ആയപ്പോഴത്തേക്കില്ലേ ഒരു ഭാഗം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ, നിങ്ങളെന്തായാലും ട്രൈ ആക്കി നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ തിരിച്ചിട്ടിട്ട് അടുത്ത 1 മിനിറ്റ് കൊണ്ട് നമുക്ക് അടുത്ത ഭാഗവും റെഡിയായി കിട്ടും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നോൺ സ്റ്റിക്കിലും വേറെ പാനിലും ചെയ്യുന്ന പോലെയല്ല കേട്ടോ. ഇത് സാധാ ചീനച്ചട്ടി പോലെയല്ല, ഭയങ്കര കട്ടിയ കനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ചൂട് അതിൽ നിൽക്കും, ഹീറ്റ് നിൽക്കും. ഇപ്പം നോക്കിക്കോ, തിരിച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ കറിവേപ്പില ഇട്ടത് ആ സെയിം സമയത്താണ്. കറിവേപ്പില ജസ്റ്റ് വാടിയിട്ടേ ഉള്ളൂ കേട്ടോ, കരിയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ മീൻ കണ്ടോ, മീൻ നല്ല കറക്റ്റ് കുക്കാവുകയും ചെയ്തു. അപ്പോൾ അത്ര സമയം ഇതിനെടുത്തിട്ടുള്ളൂ എന്നാട്ടോ ഞാൻ പറയുന്നത്. അപ്പോഴത്തേക്കും മീൻ നല്ല കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, അടിയിൽ ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്തിട്ടുമില്ല. പിന്നെ ഇപ്പോൾ 10 ലക്ഷത്തിലധികം ഫാമിലീസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കുക്ക് വെയർ ആണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ ഇത് ആവശ്യമുണ്ടെങ്കിൽ, കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ജംഷി റെസിപ്പീസ് 54321 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ.
അപ്പോൾ ആ കാര്യം മറന്നുകൊണ്ട് ഞാൻ കൂപ്പൺ കോഡിൻ്റെ കാര്യവും പിന്നെ ഇതിൻ്റെ ലിങ്കും ഇൻഡസ് വാലിൻ്റെ ലിങ്കും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആവശ്യമുള്ളവർ കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ക്വാളിറ്റീൻ്റെ കാര്യം നിങ്ങൾ പേടിക്കുകയേ വേണ്ട. അത്രയും എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് അത്രയും ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്, ഞാൻ യൂസ് ചെയ്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്രയും തവണ പറയുന്നത് കേട്ടോ. കണ്ണടച്ച് നിങ്ങൾ വാങ്ങിക്കുക. അതിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പാണോ ഇഷ്ടമുള്ളത് അവരതിൽ കയറി നോക്കുക. എന്നിട്ട് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ 3 കൂടെ വരുന്നുണ്ട്. അതായത് നമ്മൾ ഫ്രൈ പാന്, കടായി, തവ അങ്ങനെയെല്ലാം. ഇനി അല്ല നിങ്ങൾക്ക് ഒരെണ്ണമാണെങ്കിൽ അങ്ങനെയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കിക്കോ. പിന്നെ ഞാനിപ്പോൾ വാങ്ങിച്ച ആദ്യം ഞാൻ കാണിച്ചതല്ലേ വീഡിയോൻ്റെ ഫസ്റ്റിൽ, അതിൽ ഞാൻ വാങ്ങിച്ച ദോശത്തവ കുറച്ചുകൂടി വലുതാണെന്ന് ചോദിച്ചാൽ ഞാൻ വാങ്ങിച്ച മസാല ദോശക്കൊക്കെ പറ്റുന്നത്. പക്ഷേ അത് കുറച്ച് ചെറുതായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ എൻ്റെ ശ്രദ്ധക്കുറവാണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി വലുതായിരുന്നു കേട്ടോ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു വലിയൊരു ദോശത്തവയും കൂടെ വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് വലുത് ചുടാൻ പറ്റില്ല എന്നേ ഉള്ളൂ. സാധാ ഒരു ചപ്പാത്തിനേക്കാളും വലുതൊക്കെ നമുക്ക് പറ്റും. അപ്പോൾ അങ്ങനെ എൻ്റെ കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളും കുക്കിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ നമ്മളെ ഇന്നത്തെ എൻ്റെ ക്ലീനിങ് ഈ ഒരു ഭാഗമാണ് കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ഭാഗമായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ടല്ലോ. ഭയങ്കര ക്ലീനൊന്നും അല്ല കേട്ടോ. എല്ലായിടത്തും ഒന്ന് നോക്കി ജസ്റ്റ് പൊടിയൊക്കെ തട്ടി നമ്മൾ ശ്രദ്ധിക്കാതെ ഡെയിലി നമ്മളെ ക്ലീനിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഇടങ്ങളുണ്ടാവുമല്ലോ, അത് ഒന്ന് എല്ലാ ഭാഗവും ഒന്നും ഇതുപോലെ നമ്മൾ ആ സ്റ്റെയറിൻ്റെ ആ ഭാഗമല്ലേ, സ്റ്റെപ്പിൻ്റെയും ആ ഒരു വുഡിൻ്റെയും ആ ഭാഗത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കാത്ത പൊടിയും മാറാലയും ഒക്കെ ഉണ്ടാവും ഈ സ്റ്റെപ്പിൻ്റെ ഇടകളിൽ അങ്ങനെയൊക്കെ കേട്ടോ. വുഡിൻ്റെ ആ ഇടഭാഗത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസം നമ്മൾ ഓരോ ഏരിയ, ഇപ്പോൾ ഈ ആ ഒരു സ്റ്റെയർ മുതൽ ഹോളിൻ്റെ അങ്ങോട്ടേക്ക് ഞാൻ പോകുന്നില്ല, അതായത് ടേബിളിൻ്റെ അങ്ങോട്ടേക്കില്ല, ആ ഒരു മിററിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ ഡോറിൻ്റെ ഇപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് ഇത്രയും ഭാഗമാണ് ഇന്ന് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സിറ്റ് ഔട്ട് കഴിഞ്ഞു, ലിവിങ് കഴിഞ്ഞു, ഇനിയിപ്പോൾ ഈ ഒരു ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറേ ഏരിയ എടുക്കണ്ട കേട്ടോ. നമുക്ക് പറ്റുന്ന ഒരു ഭാഗം, കുറച്ചൊരു ഭാഗമാണെങ്കിലും അത് അന്ന് നല്ല നീറ്റായിട്ട് തന്നെ ഒന്ന് ചെയ്ത് പോവുക. അപ്പോൾ നമുക്കൊരു വലിയ ഡീപ്പ് ക്ലീനിങ്ങോ ഒന്നും ആവശ്യം വരില്ല കേട്ടോ. എല്ലാം കൂടെ വലിച്ചിട്ടിട്ട് അതെല്ലാം കൂടെ വൃത്തിയാക്കിയിട്ട് അങ്ങനത്തെ ഒരു ക്ലീനിങ് നമുക്ക് ചെയ്യേണ്ടിയേ വരില്ല കേട്ടോ. എന്നാൽ എപ്പോഴും നമ്മളെ വീട് നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഇരിക്കുന്നുണ്ടാവും. ജസ്റ്റ് ഒന്നിങ്ങനെ പോയാൽ മതി കേട്ടോ. എന്താ പറയുക, വെറുതെ ഇങ്ങനെ നമ്മളൊന്ന് നോക്കി എവിടെയെങ്കിലും മാറാലോ അങ്ങനത്തെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് കൊടുക്കുക. എന്നും നമുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ 2 ആഴ്ച കൂടുമ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഭാരമില്ലാതെ നമുക്ക് നമ്മളെ വീട് ഒറ്റക്കാണെങ്കിൽ നമുക്ക് നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും കേട്ടോ. ഇപ്പോൾ മേലെയും താഴേക്ക് ഉള്ളവർ ഒരു ഭാഗം നീറ്റായിരിക്കും, മേലെ തൊടാറില്ല. പക്ഷേ എല്ലാ ഭാഗവും നമ്മൾ ഇങ്ങനെ പോയി വന്നാൽ എല്ലാം നീറ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അതിന് ശേഷം ഞാനൊന്ന് അടിച്ചു വാരി താഴെ മൊത്തം ഒന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ പണികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. രാവിലത്തെ പണികളും ലഞ്ചും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അതിന് ശേഷം കുറച്ച് സമയം ഒന്ന് വെറുതെ ഇരുന്നു കേട്ടോ. ഒന്ന് ഫ്രീ ആയിട്ട് ഒന്ന് വെറുതെ ഇരുന്നു. ഒരു 10:30 ആയപ്പോഴത്തേക്കും എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ലഞ്ച് പണി അങ്ങനത്തെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് കുറച്ച് സമയം ഞാൻ വെറുതെ ഫ്രീ ആയിട്ട് 1/2 മണിക്കൂറോളം ഇരുന്നു. അതിന് ശേഷം ഇപ്പോൾ നിങ്ങളെ വീഡിയോൻ്റെ കമൻറ്റുകൾ ഒന്ന് നോക്കുകയാണ് കേട്ടോ. നല്ല രസമാട്ടോ കമൻറ്റ് വായിച്ചിരിക്കാനായിട്ട്, അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ റിപ്ലൈ കൊടുത്ത് ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നു. അതിന് ശേഷം ഒരു വീഡിയോൻ്റെ എഡിറ്റിങ് പകുതി ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചെയ്തു. അപ്പോഴത്തേക്കും ബാങ്ക് കൊടുത്തു, നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ കിച്ചണിലേക്ക് വന്നു ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് റഫീഖക്ക് നേരത്തെ പോകേണ്ടതുകൊണ്ട് നേരത്തെ ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ. അതിൻ്റെ ഇടയിൽ പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഇതാ നമ്മൾ മാങ്ങ രസവും ചീര ഉപ്പേരിയും മീനും കോവക്ക ഉപ്പേരിയും എല്ലാം കൂട്ടിയിട്ട് ഫുഡ് കഴിക്കട്ടെ. റഫീഖില്ല കേട്ടോ, ഇന്ന് ഞാനും വാവയും മാത്രമേ ഉള്ളൂ ഭക്ഷണം കഴിക്കാനും. പിന്നെ രാവിലത്തെ പണീൻ്റെ ഇടയിൽ കുറച്ച് മെഷീനിൽ അലക്കാനിട്ടുണ്ടായിരുന്നു, അത് ആറിടൽ തുടക്കൽ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്നും ചെയ്യുന്ന പണി കാണിക്കുന്ന പണി റിപ്പീറ്റ് കാണിക്കണ്ടെന്ന് വെച്ചിട്ടാട്ടോ. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം റെസ്റ്റ് എടുക്കും. അങ്ങനെ പിന്നെ വീഡിയോൻ്റെ എന്തെങ്കിലും കാര്യം അങ്ങനെ നോക്കും. ഇതിപ്പോൾ വൈകുന്നേരം കേട്ടോ ഞാൻ പിന്നീട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വൈകുന്നേരം ഇതാ ഒരു 5 മണിയെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ കുറച്ച് വെള്ളം കുടിക്കട്ടെ. അങ്ങനെ എന്നും ചായ കുടിക്കുന്ന പതിവൊന്നുമില്ല കേട്ടോ. റഫീഖുള്ള സമയത്ത് എന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഒരു കട്ടനൊക്കെ ഇട്ട് കുടിക്കും, അത്രയേ ഉള്ളൂ. ഇന്നിപ്പോൾ ഇതാ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് വെള്ളവും കൂടെ കുടിക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ മുറ്റത്ത് ഇറങ്ങും.
ഒരു 5, 5:30, 6 മണി ആ ഒക്കെ ഒരു ടൈമിൽ കേട്ടോ. എന്നിട്ട് ചിലപ്പം നമ്മൾ മുന്നത്തെ വീട്ടിലത്തെ അവരാരെങ്കിലും ഉണ്ടാവും, അങ്ങനെ നമ്മൾ സംസാരിച്ചിരിക്കും. ഇന്നിപ്പോൾ ഇതാ ഞാൻ ചെടിയിൽ കുറച്ചൊക്കെ പുല്ല് കള പറിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മഴ അങ്ങനത്തെ ഒരു ഉള്ളത് കൊണ്ട് വല്ലാതില്ല, എന്നാലും ആ ഒരു കാലാവസ്ഥയായതുകൊണ്ട് ചെടി നനയ്ക്കാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് എടുത്തു വെക്കാനും മാറ്റി വെക്കാനും അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും കേട്ടോ. മണി പ്ലാന്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഒരു സമയത്താണ് ഞാൻ ഇങ്ങനത്തതൊക്കെ ചെയ്യുക. പിന്നെ എനിക്ക് തോന്നും അപ്പുറം ഇരിക്കുന്ന ചട്ടി എടുത്തൊന്ന് ഇപ്പുറത്തേക്ക് വെച്ചാൽ, ഇപ്പുറം ഇരിക്കുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ട് വെച്ചാലെന്നൊക്കെ തോന്നിയിട്ട് ഒന്നിങ്ങനെ ഒരു മാറ്റങ്ങളൊക്കെ വരുത്തി ഒന്ന് അറേഞ്ച് ചെയ്തിട്ടൊക്കെ വെക്കും കേട്ടോ. ഈ ഒരു സമയത്തൊക്കെ അന്നിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് വെറുതെ നമ്മളിങ്ങനെ അകത്തിരുന്ന് ഇങ്ങനെ സ്ട്രെസ്സായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിനേക്കാളും നല്ല ഒന്ന് പുറത്തിറങ്ങി ഒന്ന് ഫ്രീ ആകുന്നതൊക്കെ നല്ലതാട്ടോ വൈകുന്നേരങ്ങളിൽ. പിന്നെ നമ്മൾ അകത്തേക്ക് വെക്കേണ്ട പ്ലാന്റുകളുണ്ടാവും, അതൊക്കെ ഒന്ന് ലീഫൊക്കെ ഒന്ന് തുടച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഈ ഒരു ടൈമിൽ ചെയ്യാം, ഒന്ന് റെഡിയാക്കി എടുക്കും. ഇനിയിപ്പോൾ രാത്രിയിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 6 മണീൻ്റെ മുമ്പ് ഒരു 5:30 ആകുമ്പോഴത്തേക്ക് 5:45 ആകുമ്പോഴത്തേക്ക് 6 മണീൻ്റെ ഉള്ളിൽ എന്തായാലും കിച്ചണിലേക്ക് പോകും. എന്നിട്ട് ചപ്പാത്തി പിന്നെ ഇവിടെ ഡെയിലി റൊട്ടീനാണ് കേട്ടോ. അതുകൊണ്ട് അതൊരു എന്താ പറയുക, നമ്മൾ ഡെയിലി കാര്യങ്ങളായതുകൊണ്ട് ഭയങ്കര സ്പീഡായിരിക്കുമല്ലോ, അപ്പോൾ അത് സീനേ ഇല്ല. പിന്നെ ഇന്ന് രാവിലെ കറി ചെമ്മീനായതുകൊണ്ട് ചെമ്മീൻ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ, അത് തീർന്നു. ഉച്ചയ്ക്ക് പിന്നെ രസം, അതും തീർന്ന്. അപ്പോൾ പിന്നെ എന്തായാലും രാത്രിയിലേക്ക് കറി വേണം. അപ്പോൾ ഇതാ ചപ്പാത്തി ഞാൻ ചുട്ട് വെച്ചു കേട്ടോ. ഇനി കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അതൊന്ന് നമ്മൾ ചിക്കൻ സാധാ പൊരിക്കാൻ വേണ്ടിയിട്ട് മുളക് പൊരിക്കൂലേ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്, ഉപ്പും ഇത്രയും കൂടെ ചേർത്തിട്ട് കോട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ചിക്കൻ ഒന്ന് പൊരിച്ചെടുത്തു കേട്ടോ. ഞാൻ ഓയിലാണെങ്കിലും വെളിച്ചെണ്ണയാണെങ്കിലും ഒന്നും കുഴപ്പമില്ല. ആ പൊരിച്ചെടുത്ത എണ്ണ കുറച്ചങ്ങ് മാറ്റിയിട്ട് കുറച്ച് എണ്ണയിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്കൊരു 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതാ സവാള നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാതെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ്, നിങ്ങൾ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിലും ഒരു കുഴപ്പമില്ല, അത് ആദ്യം ചേർത്ത് കൊടുത്താൽ മതി. സവാളേൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു സവാള കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു, 1/4 ടീസ്പൂൺ ഇഞ്ചി, 1/4 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഒന്ന് മിക്സാക്കി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ. അപ്പോൾ ഇത് തക്കാളി ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ. ഇത്രയും ഇതിൽ നമുക്ക് പണിയുള്ളൂ. നമ്മൾ കയ്യിൽ ചിക്കൻ പൊരിച്ചതൊക്കെ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കറിയാട്ടോ, ഒരു റിച്ച് കറിയാണ് ഇട്ടത്. ഇപ്പോൾ ഞാൻ ചിക്കൻ പൊരിച്ചത് ഇതിപ്പോൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ആ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ എന്താ പറയുക സവാളയിലേക്കും എല്ലാം കിട്ടി ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതാ 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. ഒരു ഫംഗ്ഷനൊക്കെ നമുക്ക് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാൻ തന്നെ അടിപൊളിയാണ്. അതിങ്ങനെ ആ ഉള്ളിൻ്റെ തക്കാളിയിലൊക്കെ ഇങ്ങനെ പെരണ്ടിരിക്കുന്ന ആ ചിക്കൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് ചില്ലി ഫ്ലേക്സൊക്കെ വെറുതെ മുകളിൽ ഇട്ട് കൊടുത്താൽ ഇത് കണ്ടോ നല്ല ടേസ്റ്റാണ്. നമുക്കിപ്പോൾ കുറച്ചൊരു ഗ്രേവി, ഒരു കറിയല്ല ഒരു ഗ്രേവി ടൈപ്പാണ് കേട്ടോ. ശരിക്കും ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ഒരു റിച്ച് ഗ്രേവി ആട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ആ ഒരു ചിക്കൻ അങ്ങ് കുറച്ച് മാറ്റിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതുപോലെ ഇങ്ങനെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, ആവശ്യമില്ല കേട്ടോ. ശരിക്കും ഞാനിതാ കുറച്ച് ചേർത്ത് കൊടുത്തു എന്നേ ഉള്ളൂ. നമുക്കിതിൽ മസാല ശരിക്കും നമ്മൾ ആ ചിക്കനിൽ ചേർത്ത് കൊടുക്കുന്ന മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇല്ലേ, അതന്നെ വരും കേട്ടോ, അതന്നെ മതിയാവും. ശരിക്കും വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു തേങ്ങേൻ്റെ പകുതി ചിരകിയെടുത്തത്, കുറച്ച് പാലെടുത്ത് മൊത്തത്തിലൊന്ന് ഒരു എടുത്തിട്ടുണ്ട് കേട്ടോ. അത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തു, നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇത് തിളച്ച് ഇതിലൊന്ന് വറ്റി വരണം കേട്ടോ. ശരിക്കും കട്ടിയുള്ള പാലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചിക്കൻ തിളച്ച് 1-2 മിനിറ്റ് തിളക്കുമ്പോഴത്തേക്കും തന്നെ വറ്റി വരും കേട്ടോ. നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തു. ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്, പക്ഷേ ഒരു റിച്ച് കറിയാട്ടോ, റിച്ച് ഗ്രേവിയാണ് ശരിക്കും. ഇത് നല്ല ടേസ്റ്റാട്ടോ, ഞാൻ വെറുതെ പറയുന്നതല്ല. ചിക്കൻ പൊരിച്ചതൊക്കെ നമുക്ക് ബാക്കി വരില്ലേ, അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ. ഇനിയിപ്പോൾ പൊരിച്ചിട്ടുണ്ടാക്കിയാലും നഷ്ടമൊന്നും വരില്ല, നമുക്ക് അത്രയും നല്ല കറിയാണ് കിട്ടുക. പൊറോട്ട, ചപ്പാത്തി, പത്തിരി, ഗീ റൈസ് ഇതിൻ്റെ കൂടെ ഒക്കെ കോമ്പിനേഷനായിട്ട് പോകട്ടത്. അപ്പോൾ നമ്മളെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല കേട്ടോ, ഇനി നമ്മൾ ഫുഡ് കഴിക്കുക. പിന്നെ ഞാൻ എന്തെങ്കിലും എഡിറ്റിംഗ് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കും, അങ്ങനെ കേട്ടോ, വേറെ ഒന്നുമില്ല. എന്തെങ്കിലും തുണികളൊക്കെ മടക്കി വെക്കാനെങ്കിൽ അങ്ങനെ മടക്കി വെക്കുക, അങ്ങനത്തെ കണ്ട് ചെയ്യുക, വേറൊന്നുമില്ല. അപ്പോൾ ഇത്രയും കണ്ട് ഇന്നത്തെ നമ്മളെ വീഡിയോ അപ്പോൾ റഫീക്ക് വന്നു. ഇനി നമ്മൾ ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ.
പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.